ഈ പ്രാവശ്യത്തെ IPL ഇന്ത്യക്കാരെ സംബന്ധിച്ച് കുറച്ച് എക്സൈറ്റഡ് ഉള്ളതാണ്. നിങ്ങളും അത് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഈ പ്രാവശ്യത്തെ IPLന്റെ ടൈറ്റിൽ സ്പോൺസർ ആരാണെന്ന് നോക്കിക്കേ. ഇന്ത്യക്കാർ എല്ലാവരും അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന ടാറ്റ ഗ്രൂപ്പാണ്. ടാറ്റ എന്തുകൊണ്ടായിരിക്കണം IPLന്റെ ടൈറ്റിൽ സ്പോൺസർ ഏറ്റെടുത്തത്? എന്തുകൊണ്ടായിരിക്കും ചൈനീസ് കമ്പനികളെ ഒഴിവാക്കിയത്? സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ടാറ്റ IPL. ഈ വീഡിയോയിൽ ഒരു ഇമ്പോർട്ടന്റ് മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുമല്ലോ. IPL തുടങ്ങിയ 2008 മുതൽ അടുത്ത 4 വർഷത്തേക്ക് DLF എന്ന ഇന്ത്യൻ കമ്പനി ആയിരുന്നു IPLന്റെ ടൈറ്റിൽ സ്പോൺസർ. അതിനുശേഷം പെപ്സിയും ചൈനീസ് മൊബൈൽ കമ്പനിയുമായ വിവോയും IPLന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തു. എന്തുകൊണ്ട്? ഇന്ത്യയിൽ ഒരു കമ്പനി പോലും ഇല്ലായിരുന്നു ഇന്ത്യയിൽ നടക്കുന്ന ഇത്രയും വലിയ ഒരു സ്പോർട്സ് ഇവന്റ് ഏറ്റെടുത്ത് നടത്താൻ. IPL ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെ തന്നെ ഏറ്റവും വലിയ സ്പോർട്സ് ഇവന്റുകളിൽ ഒന്നാണ്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? 2021 40 കോടി ആളുകളാണ് വെറും 13 വർഷം കൊണ്ട് 17 ഇരട്ടിയാണ് IPL ഫ്രാഞ്ചൈസികളുടെ ബ്രാൻഡ് വാല്യൂ ഉയർന്നത്. നിങ്ങൾ IPL ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ഈ വർഷം പുതിയ 2 ടീമുകൾ കൂടി ഉൾപ്പെടുത്തിയ കാര്യം അറിയുമല്ലോ. ലക്നൌവിലും അഹമ്മദാബാദിലുമാണ് ഈ പുതിയ 2 ഫ്രാഞ്ചൈസികൾ വന്നത്. ഇതിലൂടെ BCCIക്ക് ലഭിച്ച തുക എത്രയാണെന്ന് കേട്ടാൽ നിങ്ങൾ തലയിൽ കൈവരും. 12,700 കോടി രൂപയാണ് ഈ 2 ടീമുകൾ തുടങ്ങിയപ്പോൾ BCCIക്ക് ലഭിച്ചത്. എത്ര ഹ്യൂജ് എമൗണ്ട് ആണല്ലേ! IPLന്റെ ഒറ്റ സീസണിൽ മാത്രം ലഭിക്കുന്നത് ഗ്ലോബൽ ക്രിക്കറ്റ് റവന്യൂവിന്റെ 40%. IPL ഒരു ബ്രാൻഡ് എന്ന നിലയിൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ 50,000 കോടി രൂപയാണ് വിപണി മൂല്യം ഇപ്പോൾ തന്നെ. ഇത് അടുത്ത 5 വർഷം കൊണ്ട് 1 ലക്ഷം കോടി രൂപയാക്കുക എന്നതാണ് BCCIയുടെ പ്ലാൻ. ഇത്രയും ബ്രാൻഡ് മൂല്യമുള്ള ഈ ടൂർണമെന്റിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ ആരാണ് കൊണ്ടുപോകുന്നത്? ഒരു ചൈനീസ് കമ്പനി. ഏത് കമ്പനിയാണോ IPLന്റെ ടൈറ്റിൽ സ്പോൺസർ ആകുന്നത്, ആ കമ്പനിയുടെ പേരോടുകൂടിയായിരിക്കും ആ IPL അറിയപ്പെടുന്നത്. ഉദാഹരണം, വിവോ IPL, പെപ്സി IPL, അങ്ങനെ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്നതിന് പറയുന്നതിന് പകരം വിവോ IPL എന്നാണ് എല്ലാ മീഡിയകളും പറയുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന സ്പോർട്സ് ഇവന്റിനെ വെച്ച് ഒരു ചൈനീസ് കമ്പനി എത്രത്തോളം ബ്രാൻഡ് മൂല്യമാണ് കൂട്ടുന്നതെന്ന് നിങ്ങൾ അറിയണം. വിവോ IPLന്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തതിന് അവർ ഓരോ സീസണിലും BCCIക്ക് കൊടുക്കുന്നത് 440 കോടി രൂപയാണ്. ഇത് വിവോയെ സംബന്ധിച്ചിടത്തോളം വളരെ ലാഭമുള്ള ഒരു ഡീലാണ്. ഇത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഇന്ത്യൻ സ്മാർട്ട് ഫോൺ മാർക്കറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ മാർക്കറ്റ് ഒരു വർഷത്തെ വളർച്ച പരിശോധിച്ചാൽ അത് 37%. മാത്രമല്ല, ഇത്രയും കോമ്പറ്റീറ്റീവായ ഒരു സ്മാർട്ട് ഫോൺ വിപണി ലോകത്തിൽ ഇല്ല. അതുകൊണ്ട് ഏത് മൊബൈൽ കമ്പനികളെയും ലക്ഷ്യം ഇന്ത്യയിൽ മുന്നിൽ എത്തുക എന്നതാണ്. ഡാറ്റ അനലിസ്റ്റുകൾ പറയുന്നത് വിവോ IPLന്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തതിന് ശേഷം അവരുടെ വളർച്ച നോക്കിയാൽ മനസ്സിലാവും. അവർ രാജ്യത്തെ ഏറ്റവും വലിയ 3ാമത്തെ മൊബൈൽ കമ്പനിയായി വളർന്നു. ഇത് വളരെ വലുതാണ്. ശരിക്കും വിവോയുടെ കോൺട്രാക്ട് ഈ വർഷം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ BCCIക്ക് വിവോയുടെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നു. എന്തായിരിക്കും കാരണം? കാരണമൊന്നുമില്ല, ഇതാണ് ഗൽവാൻ വാലി. 2020 ഇന്ത്യയും ചൈനയും ഗൽവാൻ വാലിയിൽ ഉണ്ടായ ക്ലാഷ് നിങ്ങൾക്കറിയാമല്ലോ. ഇതിനുശേഷം പല ചൈനീസ് കമ്പനികളെയും ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്യുകയുണ്ടായി. ഈ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് BCCI ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. എന്തിനാണ് ഒരു ചൈനീസ് കമ്പനിക്ക് തങ്ങൾ കാരണം ബ്രാൻഡ് ഇമേജ് കൂട്ടുന്നതെന്ന്? അല്ലെങ്കിൽ തന്നെ ഇന്ത്യൻ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ ഡൊമിനേറ്റ് ചെയ്യുന്നത് ചൈനീസ് മൊബൈൽ കമ്പനികൾ തന്നെയാണല്ലോ. ഇതെല്ലാം കാരണമാണ് IPLന്റെ റൈറ്റ്സ് BCCI വിവോയുടെ കയ്യിൽ നിന്നും വാങ്ങുന്നത്. ടാറ്റയെക്കുറിച്ച് സംസാരിച്ചാൽ സാൾട്ട് ടു സോഫ്റ്റ്വെയർ കമ്പനി എന്നാണല്ലോ അറിയപ്പെടുന്നത് തന്നെ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ടാറ്റ ഗ്രൂപ്പ് കൈവെക്കാത്ത മേഖലകൾ ഒന്നും തന്നെ ഇല്ല. ടാറ്റ മറ്റ് കമ്പനികളെ പോലെയല്ല. വരുമാനത്തിന്റെ 80% ചാരിറ്റിക്കും മറ്റ് ജനസേവനത്തിനും വേണ്ടിയാണ് ചിലവഴിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ലക്ഷറി ഹോട്ടൽ തുടങ്ങുന്നത് ടാറ്റ ഗ്രൂപ്പായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ എയർലൈൻ. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾ ടാറ്റയുടേതാണ്. ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിൽ തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകളിൽ അവർ ബ്രാൻഡ് ബിൽഡ് ചെയ്തു. ഇതുവരെയുള്ള സ്പോൺസർഷിപ്പ് നോക്കുകയാണെങ്കിൽ അവയെല്ലാം മറ്റ് കാറ്റഗറിയിലുള്ള കമ്പനികളായിരുന്നു. ടാറ്റ ഇപ്പോൾ IPLന്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തപ്പോൾ അത് ഒരുപാട് ബ്രാൻഡുകൾക്ക് ഗുണമായി മാറി. ഏകദേശം $103 ബില്യൺ ബ്രാൻഡ് വാല്യൂ ഉള്ള കമ്പനിയാണ് ടാറ്റ. ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിൽ 30ഓളം സബ് ബ്രാൻഡുകളുണ്ട്. ഇത് ഏകദേശം 10 മേഖലകളിലായി പരന്നു കിടക്കുന്നു.
FMCG, എനർജി, ഹോസ്പിറ്റാലിറ്റി അങ്ങനെ പോകുന്നങ്ങ്. ടാറ്റ IPL ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തപ്പോൾ അത് നേട്ടമുണ്ടാക്കുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്ന 30ഓളം ബ്രാൻഡുകൾക്കായിരിക്കും. ഇപ്പോൾ IPL സ്പോൺസർഷിപ്പ് 2 വർഷത്തേക്കാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സ്പോർട്സ് ഫെസ്റ്റിവൽ ഒരു ഇന്ത്യൻ കമ്പനി നടത്തുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമന്റായിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുമല്ലോ. വീഡിയോ കണ്ടതിന് നന്ദി.